കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നു. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ നിലയിൽ സമീപത്തെ വയലിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. പെൺകുട്ടി നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ വീട്ടിൽ നിന്ന് പുലർച്ചെ 2:30 പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്നത്തെയും പോലെ മുത്തച്ഛനൊപ്പമാണ് കുട്ടി ഉറങ്ങിയത്. പുലർച്ചെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ തൊഴുത്തിലേക്ക് പോയ സമയത്താണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് വീടിന് 1 കിലോമീറ്റർ അകലെ ഞാണിക്കടവ് വയൽ പ്രദേശത്ത് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. 8 വയസ്സുകാരിയുടെ സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റിട്ടുണ്ട്. മുഖം മറച്ചെത്തിയ മലയാളം സംസാരിക്കുന്നയാളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കുട്ടി പറഞ്ഞിരുന്നുവെന്ന് രക്ഷപ്പെടുത്തിയ യുവതി. ഞാൻ വാതിലുറന്നിട്ട് നോക്കുമ്പോൾ കുഞ്ഞാടി ഇരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ച് മോളെ ഇങ്ങോട്ട് ബാ. കുഞ്ഞ് ഓടി വന്നിട്ട് എന്നോട് സംഭവം എല്ലാം പറഞ്ഞ്. എന്നൊരു മാമന് മുഖം പൊത്തിയൊരു മാമൻ വന്നിട്ട് എന്നെ എടുത്തിട്ട് കൊണ്ടുപോയത്. എന്നെ കണ്ടത്തിലിട്ടിട്ട് എന്തെല്ലോ ചെയ്തിന്. എൻ്റെ കമ്മലെല്ലാം ഊരിയിട്ട് കൊണ്ടുപോയി. ഞാൻ വെള്ളമെല്ലാം കൊടുത്ത് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അവർ വിളിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് കുട്ടിക്ക് കൊണ്ടുപോയി. മുൻവശത്തെ വാതിലിലൂടെ എത്തിയ പ്രതി അടുക്കള വാതിലിലൂടെയാണ് കുട്ടിയെ കടത്തിയത്. ഞാൻ 2 മണിക്ക് സാധാരണ ഉറങ്ങിണിക്കലുണ്ട്. അത് വെച്ചിട്ട് ആലിൽ വന്ന് ചാണകം വാരി വൃത്തിയാക്കി പശുവിനെ കറന്ന് പാലെല്ലാം കൊണ്ട് വെച്ചിട്ട് നമ്മൾക്ക് കുഞ്ഞിനെ കാണുന്നത്. അതായത് 3 മണി 3:30 ഉള്ളിൽ സംഭവം നടന്നു. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് 50-10 രൂപകളുടെ നോട്ടുകൾ പോലീസ് കണ്ടെടുത്തു. കുട്ടിയുടെ വീടിനെ സംബന്ധിച്ച് അറിയാവുന്നയാൾ തന്നെയാണ് പ്രതിയെന്ന നിഗമനത്തിലാണ് പോലീസ്. 24 കാസർഗോഡ്.